ശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോ അരുളണമേ നല്ലോർമ്മ നിന്റെ മഹത്വമുദീക്കും നാൾ നിൽക്കണമവർ നിന്നെ പ്രസവിച്ച മറിയാമും നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും ഞങ്ങൾക്കു വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നിൻ മാതാവ് വിശുദ്ധന്മാർ എന്നിവർ തൻ പ്രാർത്ഥനയാൽ സ്വർഗപിതാവിൻ ഏകസുതാ വചനമത രാജാധീശ നിന്നെ വാഴ്ത്തും ഞാൻ സഹജമത മൃതിരഹിത കാരുണ്യത്താൽ മർത്യൻ മാർദ്ദൻ വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകാനാഗതനായി വിമലത ശുചിയൻ ഇവയുള്ള മഹിമാവിയലും ദൈവജനത്രി കന്യകയ മറിയാമേന്നും ഭേദമധന്യേ മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോനാം മശീഹ നീജ മൃതിയാ നിവർതൻ മൃതിയെ മേദിച്ചു നിഖനീശോനെ അപ്പരിപാവനത്ര ത്വൈക സുവിധാവോടൊപ്പം ജീവനഴും ഋക്കുദിശാസഹിതം വന്നിതനെ പരികീർത്തിതനെ കൃപ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ
ധന്യനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേലായി 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 ഭൂവിലശേഷം ദൈവത്താൽ പ്രേരിതരായ സ്ലീഹന്മാർ പോയി ജാതികളിടയിൽ ഭൂതല സീമയതോളം നല്ലവൻ ഗേല്യോൻ കൈക്കൊള്ളുവോർ ഒക്കെയഴും ഭാഗ്യമിതൻ അറിയിച്ചു സ്വർഗമഹാരാജ്യം. പരിശുദ്ധരായ സ്ത്രീയന്മാരുടെ നടപ്പുകളുടെ പുസ്തകത്തിൽ നിന്നും ഹബീബായി ബാറയ്ക്കുമോർ. സ്നേഹന്മാരുടെ സ്തുതിയും നമ്മുടെ മേത്തയുടെ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. ഈ വാക്കുകൾ അവർ അവന് ചെവി കൊടുത്തു. പിന്നെ ഇങ്ങനെ തന്നെ ഭൂമിയിൽ നിന്ന് നീക്കിക്കളയുക, അവൻ ജീവിച്ചിരിക്കുന്നത് യോഗ്യമല്ല എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവർ കൂക്കലിട്ടും വസ്ത്രം കീറിക്കളഞ്ഞും പൂഴിവാരി മേലോട്ടെറിഞ്ഞും കൊണ്ടിരിക്കുമ്പോൾ അവർ ഇങ്ങനെ അവന്റെ നേരെ ആർക്കുവാൻ സംഗതി എന്തെന്ന് അറിയേണ്ടതിന് ചമ്മട്ടി കൊണ്ട് അവനോട് ചോദ്യം ചെയ്യണമെന്ന് സഹസ്രാധിപൻ പറഞ്ഞ് അവനെ കോട്ടയിലേക്ക് കൊണ്ടുപോകാൻ കൽപ്പിച്ചു. തന്നെ വാറുകൊണ്ട് കെട്ടുമ്പോൾ പൗലോസ് അരികെ നിൽക്കുന്ന ശതാധിപനോട് റോമാ പൗരനും വിസ്താരം കഴിയാത്തവനുമായ മനുഷ്യനെ ചമ്മട്ടി കൊണ്ട് അടിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചു. ഇത് കേട്ടിട്ട് ശതാധിപൻ ചെന്ന് സഹസ്രാധിപനോട്, നീ എന്ത് ചെയ്യുവാൻ പോകുന്നു? ഈ മനുഷ്യൻ റോമാ പൗരനാകുന്നു എന്ന് ബോധിപ്പിച്ചു. സഹസ്രാധിപൻ വന്ന്, നീ റോമാ പൗരൻ തന്നെയോ എന്ന് പറയുക എന്ന് ചോദിച്ചതിന് അതെ എന്ന് അവൻ പറഞ്ഞു. ഞാൻ ഏറിയ മുതൽ കൊടുത്ത് ഈ പൗരത്വം സമ്പാദിച്ചു എന്ന് സഹസ്രാധിപൻ പറഞ്ഞതിന് ഞാനോ അങ്ങനെ ജനിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞു. ഭേദ്യം ചെയ്യുവാൻ ഭാവിച്ച ഉടനെ അവൻ വിട്ടുമാറി. സഹസ്രാധിപനോ അവൻ റോമാ പൗരനെന്ന് അറിഞ്ഞപ്പോൾ അവനെ ബന്ധിച്ചു കൊണ്ടുപോയി ഭയപ്പെട്ടു. ഹബീബായി ബാറയ്ക്കുമോർ. പൗലോസ് ശ്ലീഹ ധന്യൻ ചൊൽകട്ടെ ഈ ദൈവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരാ വേറൊരുവൻ വന്നറിയിച്ച മാനവനെങ്കിലും ആദൂതൻ താനേക്കും സഭയിൻ ശാപം പലതരമുപദേശങ്ങളോ പാരിൽ മുളച്ചുപരക്കുന്നു ദൈവത്തിൻ ഉപദേശം തോ അവസാനിപ്പിപ്പോൾ ധന്യൻ. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തീമോഥെയോസിന് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും സ്തുതിയും നമ്മുടെ മേത്തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. നീ നിഷ്കളങ്കനും നിരപവാദീനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണം എന്നിങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പിലാത്തോസിന് മുമ്പിൽ നല്ല സ്വീകാര്യം കഴിച്ച ക്രിസ്തു യേശുവിനെയും സാക്ഷി വെച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്തതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണുവാൻ കഴിയാത്തനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. അവന് ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ. ആമേൻ. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശവെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവൃത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കാം. അല്ലയോ തീമോഥെയോസേ, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട് ജ്ഞാനമെന്ന് വ്യാജമായി പേർ പറയുന്നതിൻ്റെ ഭക്തിവിരുദ്ധമായ വൃഥാവിലാപങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്കാം. ആ ജ്ഞാനം ചിലർ സ്വീകരിച്ച് വിശ്വാസം വിട്ട് തെറ്റിപ്പോയിരിക്കുന്നു.
ആഹായ് ബാറയ്ക്കുമോ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തുതി ബലികളാണ് ചേരിടുവിൻ കാത്രോ പ്രാകാരെ നിർമ്മല കാഴ്ചയുമായി കർത്തനെ സ്തുതി മുൻപിൽ ബാറയ്ക്കുമോർ നാം അടക്കത്തോടും ഭയത്തോടും മണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. ബർഖമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ ഏവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന പരിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷത്തിൽ നിന്ന് പരിശുദ്ധ കന്യകമറിയാവിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും കർത്താവും ദൈവവും രക്ഷിതാവുമായി യേശുമിശിഹാ തമ്പുരാന്റെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇവ ഇപ്രകാരം അരുൾ ചെയ്തു. യേശു തമ്പുരാൻ ജനക്കൂട്ടത്തോടും ശിഷ്യന്മാരോടും ഇപ്രകാരം പറഞ്ഞു: വേദപണ്ഡിതരും പരീശന്മാരും മോശയുടെ സിംഹാസനത്തിലിരിക്കുന്നു. അതുകൊണ്ട് അനുഷ്ഠിക്കണമെന്നവർ പറയുന്ന സകലവും നിങ്ങൾ അനുഷ്ഠിക്കുക. എന്നാൽ അവരുടെ പ്രവൃത്തികൾ അനുകരിക്കരുത്. അവർ പറയുന്നതേ ഉള്ളൂ, പ്രവർത്തിക്കുന്നില്ല. അവർ ഭാരമേറിയ ചുമടുകൾ മനുഷ്യരുടെ ചുമലുകളിൽ വയ്ക്കുന്നു. തങ്ങളുടെ വിരലുകൾ കൊണ്ടുപോലും അതിനെ താങ്ങിക്കൊടുക്കുവാൻ അവർക്ക് മനസ്സില്ല. അവർ തങ്ങളുടെ നെറ്റിപ്പെട്ടുകൾക്ക് വീതി കൂട്ടുകയും മേലങ്കികളുടെ തൊങ്ങലുകൾക്ക് നീളം കൂട്ടുകയും ചെയ്യുന്നു. അവർ വിരുന്നുശാലകളിൽ മുഖ്യസ്ഥാനവും സുന്നഗോഗുകൾ മുഖ്യാസനവും തെരുവുകളിൽ വന്ദനവും മനുഷ്യർ ഗുരു എന്ന് വിളിക്കുന്നതും ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ എല്ലാവരും സഹോദരന്മാരാണ്. കാരണം നിങ്ങൾക്ക് ഗുരു ഒരുവനേ ഉള്ളൂ. ഭൂമിയിൽ നിങ്ങൾ ആരെയും പിതാവെന്ന് വിളിക്കരുത്. എന്തെന്നാൽ സ്വർഗത്തിലുള്ള ഒരുവനെ നിങ്ങൾക്ക് പിതാവായിട്ടുള്ളൂ. നിങ്ങൾ നായകന്മാരെന്നും വിളിക്കപ്പെടരുത്. എന്തെന്നാൽ മെശിഹ എന്ന ഒരുവനെ നിങ്ങൾക്ക് നായകനായുള്ളൂ. നിങ്ങളിൽ പ്രധാനി നിങ്ങൾക്ക് ശുശ്രൂഷകനായിരിക്കണം. എന്തെന്നാൽ തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും എന്ന് നമ്മുടെ കർത്താവ് താൻ കൽപ്പിച്ചരുൾ ചെയ്തു. ബർഖമോർ നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. പരിശുദ്ധാലയമുള്ളിൽ സ്കറിയാതൻ ധൂപത്തെ കൈക്കൊണ്ട കർത്താവേ, നിന്ദാസൻ മാരെ നീന ചിന്നടിയാണയ്ക്കുന്ന ഈ ധൂപം കൈകൊണ്ട് Barkimor stomen kalos Barkimor Salikulan Raume Wagnono Men Morio Nabim
നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിൽ നിന്ന് കരുണകളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹീതനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാപവും പുകഴ്ചയും ഒരു കാലത്തും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും നിനക്കായി സമർപ്പിപ്പാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുമാറാകണമേ. ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിച്ച് ഉണ്മയിലേക്ക് വരുത്തിയ ഉന്നതനും ഉത്കൃഷ്ടനും തന്റെ വിലയേറിയ രക്തത്താൽ പാപത്തിന്റെ അടിമത്തത്തിൽ ഞങ്ങളെ ഉദ്ധരിച്ച് പുത്രപദവി ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത പ്രധാനാചാര്യനായ കർത്താവേ, നിനക്ക് സ്തുതി. ദൈവികമായ ഈ സ്തോത്രബലി അവിടുത്തേക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും നാഴികളിലും കാലങ്ങളിലും യാമങ്ങളിലും ഞങ്ങളുടെ ആയുസിന്റെ ദിനങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു. മുമ്പാകെയും പുണ്യം നൽകുന്ന വെളിപ്പെടുത്തിന് മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ഈ ആചാര്യന്റെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹീതനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും അകൃത്യങ്ങൾ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയും ഓർക്കാതിരിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, സ്നേഹപുരസരമായ കരുണയാൽ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ സർവ ജനത്തിന്റെ പാപങ്ങളെയും മായ്ക്കണമേ. ഉത്തമനെ ദയവ് തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയിൽ ഞങ്ങളെ നീ ഓർക്കുമാറാകണമേ. എന്റെ നാഥ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും സ്വന്തം മരിച്ചുപോരുടെയും മഹത്വമുള്ള വിശുദ്ധ സഭയുടെ പ്രജകളായ സകല മരിച്ചുപോരുടെയും ആത്മാക്കളെയും ഓർത്തുകൊള്ളണമേ. ദൈവം തമ്പുരാനെ, അവരുടെ ശരീര ആത്മദേഹികൾക്ക് ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ് തളിക്കണമേ. കർത്താവും മഹത്വത്തിന്റെ നാഥനുമായ മിശിഹരാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരകനുമാകണമേ. എന്റെ കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. സഹായത്തിനെത്തി ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, കരുണയാൽ സർവ്വ കഠിനശിക്ഷകളും അകറ്റി മായ്ക്കണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമാന്ത്യത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും അവിടുത്തെ ദൈവത്വത്തിന് പ്രീതികരവുമായി ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങൾ എല്ലാവരെയും അർഹരാക്കണമേ. സദാ നിനക്ക് സ്തുതി സ്തോത്രവും ഞങ്ങൾ അർപ്പിക്കും. തന്റെ ആട്ടിൻകൂട്ടത്തിനു വേണ്ടി ബലിയായി തീർന്ന ഉത്തമയിടയനായുള്ളവേ, നിനക്ക് സ്തുതി. ഭൂമിയിലെ നിന്യപൂഴിയായ എന്നെ നിന്റെ ദൈവിക രഹസ്യങ്ങളെ തിരുനിവാസ സ്ഥാനത്ത് പ്രവേശിക്കുവാൻ കരുണയോടെ അവിടുന്ന് അർഹനാക്കുകയും നിന്റെ ശ്രേഷ്ഠതയുടെ മഹാവിശുദ്ധ സ്ഥലമാകുന്ന മഹോന്നതങ്ങളിലേക്ക് എന്നെ ഉയർത്തുകയും നിന്നെ സ്തുതിക്കുന്ന ക്രൂപകളുടെയും നിനക്ക് കാതീശു പാടുന്ന ശ്രോപ്യന്മാരുടെയും ഗണത്തിൽ എന്നെ ചേർക്കുകയും ചെയ്തതിനാൽ ദൈവമേ, നിന്നെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇതാ അഗ്നിമയമായ ഈ സ്ഥലത്ത് നിന്റെ അഗ്നിസിംഹാസനത്തിൻ സന്നിധിയിൽ നിന്നുകൊണ്ട് ജനത്തിന് പാപപരിഹാരവും സൃഷ്ടി മുഴുവനും വേണ്ടി മോചനവും ഞാൻ യാചിക്കുന്നു. എന്റെ കർത്താവേ,
ആവശ്യക്കാരുടെ മുമ്പിൽ നിന്റെ സമൃദ്ധമായ ശ്രീഭണ്ഡാരം തുറന്ന് നിന്റെ സഭയിലെ ആടുകളിൽ നിന്റെ അനുഗ്രഹങ്ങൾ ചൊരിയുമാറാകണമേ. കടക്കാരുടെ കടച്ചിട്ടിനെ കീറിക്കളയണമേ. പാപികളുടെ കടങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ നിന്റെ സ്മരണയിൽ നിന്നും വായിച്ചു കളയണമേ. നഷ്ടപ്പെട്ടു പോയവർ നീ മുഖാന്തരം തിരികെ വന്ന് തിരുസന്നിധിയിൽ സമ്മേളിക്കണമേ. എന്റെ നാഥാ, നിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ അർപ്പിക്കുന്നതായ ഈ വിശുദ്ധ ബലിയെ സമീപിക്കുന്നു. അവിടുത്തെ പരിശുദ്ധ റൂഹ ഞങ്ങളുടെ കുർബാനയിൽ പ്രീതിപ്പെട്ട് ഇറങ്ങി വന്നതിനെ ശുദ്ധീകരിക്കുകയും അനീതികളിൽ നിന്ന് ഞങ്ങളെ നിർമ്മലരാക്കി അനശ്വര വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ രാജ്യത്തിലെ ആനന്ദാനുഭവത്തിന് ഞങ്ങളെ അർഹരാക്കുകയും ചെയ്യണമേ. അതാ ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സദാസ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ശുശ്രൂഷ കൈക്കൊള്ളുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നാണ് നാം കൈക്കൊള്ളുമാറാകട്ടെ. ദൈവനും പാപിയുമാവുന്ന ദാസനാവുന്ന ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇപ്രകാരം കീർത്തിച്ച് ചൊല്ലുന്നു. ആബോ കാദീശോ ബ്രോ കാദീശോ നമ്മുടെ ആത്മാക്കളുടെ മേലും നമ്മുടെ സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോരുടെയും മഹത്വമുള്ള സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സകല വാങ്ങിപ്പോരുടെയും ആത്മാക്കളിന്മേലും കരുണ തോന്നി മനമലിഞ്ഞുകൊണ്ട് പാപിയായ തന്റെ ദാസന്റെ രൂപത്തെ ശുദ്ധീകരിക്കുന്നവനാകുന്നു. ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ബഹുമാനപ്പെട്ട ആചാര്യന്മാരുടെ പ്രാർത്ഥന നാം സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്കും പിതാവിൽ ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവത്തുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യനായി നമുക്ക് നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായി പ്രകാരം സ്വർഗത്തിറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവായ ശുമരിയാമിൽ നിന്ന് ശരീരിയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി കുരിശിറക്കപ്പെട്ട് കഷ്ടം അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മാതൃത്വത്തോടിനി പരിപാലിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോട് വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെട്ടവനും നിബിയന്മാരും സ്ത്രീയന്മാരും മുഖാന്തരം സംസാരിച്ചതുമായ ജീവന വിശ്വയിലും കാതോലികവുമായ ഏകവിശ്വയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒരിക്കൽ മാത്രമാണ് നിങ്ങൾ ഏറ്റു പറഞ്ഞ് മരിച്ചുപോയുടെ ഓർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ
പുതുജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ. യാചിക്കേണ്ടും സമയമേതാ മോചിക്കുന്ന ീകയിത്തുതാ ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണ സമയം. ഉന്നത പദവിയിലേറിയതാ ഇന്നിപ്പോ ഈ ആചാര്യൻ അനുഭവിച്ചിടും നോർത്തായി അനുഷ്ഠിക്കും നീ കുർബാന. പ്രിയരേ, ഇതു കരുണയുടെയും അലിവിന്റെയും സമയം സത്യാസ്നേഹത്തോടെ സമാധാനം നൽകും സമയം സവിധസ്ഥരുമായി തമ്മിൽ നിരക്കും സമയം അതിനാൽ സോദരരേ വരുവീ ഒരു പോൽ കരുണയിരം നീടാം. നാഥ കൃപ ചെയ്തിടണമേ. നാഥ കൃപ ചെയ്യുക കനിവാ. നാഥ ഉത്തര അരുളി ചെയ്ത് അടിയാരോടു കൃപ ചെയ്യണമേ. ആമീൻ. ബാറിക്കുമോർ സ്തോമൻ കാലോസ് അറിയുമോർ ശാന്തിയുടെയും സമാധാനത്തിന്റെയും പിതാവും നന്മകളുടെ ഉറവയും പ്രവാഹവുമാകുന്ന ദൈവമേ, തിരുസന്നിധിയിൽ നിന്നുള്ള സ്നേഹവും സമാധാനവും ഞങ്ങളുടെ ഉള്ളിൽ സ്ഥാപിച്ചുറപ്പിക്കണമേ. വിശുദ്ധവും ദൈവികവുമായ ചുംബനത്താൽ പരസ്പരം സമാധാനം കൊടുക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഏക ശബ്ദത്തിൽ ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധാത്മാവിനും സദാസ്തുതി സ്തോത്രവും പാടുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വർഗമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണോ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. അന്യോന്യം സ്ലോമോ നൽകിൻ കർത്താവിൻ സ്ലോമോ നമ്മിൽ വാസം ചെയ്തിടട്ടെന്നും തമ്മിൽ ചുംബിക്കണം നാം. തൽസ്ലോമോയും ശൈലോയും നമ്മെ കാക്കട്ടെ നാളും. തൽസ്ലോമോയും ശൈലോയും നമ്മെ കാക്കട്ടെ നാളും. ബാറിക്കുമോർ കൊടുക്കപ്പെട്ടിരിക്കുന്ന
പരിശുദ്ധവും ദിവ്യമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെ തിരുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, നിന്റെ സമാധാനത്താൽ ആനന്ദമനുഭവിച്ചവരായ ഞങ്ങൾ വീണ്ടും തലവണങ്ങിക്കൊണ്ട് നിന്റെ നന്മ സമൃദ്ധിയോട് പ്രാർത്ഥിക്കുന്നു. നിന്റെ സ്വർഗീയമായ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളിൽ വർഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രവും സമർപ്പിക്കുന്നു. എന്റെ നാഥ, നിന്റെ ആർദ്ര സ്നേഹത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ സമയത്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല ലൗകിക മോഹങ്ങളെയും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നും നീക്കി മായ്ക്കണമേ. വെടിപ്പോടെ തിരുസന്നിധി നിലകൊണ്ട് ഈ ആത്മീയ ശുശ്രൂഷ നിർവഹിക്കുവാൻ വേണ്ടി വെടിപ്പിന്റെയും വിശുദ്ധിയുടെയും ആത്മാവിനെ ഞങ്ങൾക്ക് നൽകുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രവും കരേറ്റുന്നു. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ബഹുമാനപ്പെട്ട ഈ ആചാരന്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിൻ്റെയും ഉടയവനായ പിതാവാൻ ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിസ്തോത്രമാകുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും വിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നാളും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലഭാഗേ മിശിഹ തമ്പുരാൻ ഉപവിഷ്ടനായിരിക്കുന്ന സ്വർഗമഹോന്നതങ്ങളിൽ തന്നെ ആയിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കൽ ഇരിക്കുന്നു. ഭയഭക്തിയോടെ നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഭയത്തോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹല്ലേലൂയകളെയും കീർത്തനങ്ങളെയും ഗീതങ്ങളെയും വിശുദ്ധ ശ്രോപ്പന്മാരുടെ ഗാനങ്ങളോട് ചേർത്ത് യോജിപ്പിക്കണമേ. മുടക്കം കൂടാതെ നിന്നെ സ്തുതിച്ചു പാടുന്ന ക്രൂബേന്മാരുടെ ഗാനങ്ങളോടുകൂടെ ഞങ്ങളുടെ ബലഹീനങ്ങളായ കീർത്തനങ്ങളെയും സംയോജിപ്പിക്കണമേ. ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുമാനിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടിയുള്ള മനുഷ്യാവതാര പ്രവർത്തനം നിറവേറ്റിക്കൊണ്ട് കഷ്ടത അനുഭവിപ്പാനായി ഏൽപ്പിക്കപ്പെട്ട ആ രാത്രിയിൽ തന്റെ പരിശുദ്ധ കരങ്ങളിൽ സാധാരണയപ്പം എടുത്ത് വാഴ്ത്തി വിശുദ്ധീകരിച്ചു.
വാഴ്ത്തി കൂദാശേതു മുറിച്ച് സ്ലീഹന്മാരുടെ സമൂഹത്തിൽ നൽകിയവരോട് സംശയം കൂടാതെ നിങ്ങൾ ഇത് വാങ്ങി ഭക്ഷിപ്പീൻ, കടങ്ങളുടെ പരിഹാരത്തിനും നിത്യജീവനും ഇത് മുറിക്കപ്പെടുന്നു എന്ന് അരുൾ ചെയ്തു. വൽഹായേ ദലോ ഓലം അപ്രകാരം തന്നെ വീഞ്ഞും വെള്ളവും ചേർത്ത് കലർത്തിയ കാസായും തൻ്റെ കരങ്ങളിലെടുത്ത് നമ്മുടെ കർത്താവ് വാഴ്ത്തി വിശുദ്ധീകരിച്ചു. വാഴ്ത്തി കൂദാശ ചെയ്തു ശിക്ഷ സമൂഹത്തിന് നൽകിയവരോട് നിങ്ങൾ എല്ലാവരും പരിശോധന കൂടാതെ ഇതിൽ നിന്ന് വാങ്ങിപ്പാനും ചെയ്യുവീൻ. ഇത് നിങ്ങൾക്കും വിശ്വസിക്കുന്ന സകലർക്കും കടങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി ഭവിക്കുമെന്ന് അരുൾ ചെയ്തു. വൽഹായേ നൽവോ ഈ ശരീരം നിങ്ങൾ ഭക്ഷിക്കുകയും ഈ രക്തം പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം ഞാൻ വരുന്നതുവരെ എന്റെ മരണവും പുനരുദ്ധാനവും നിങ്ങൾ അനുസ്മരിക്കുകയാകുന്നു ചെയ്യുന്നത് എന്ന് നമ്മുടെ കർത്താവ് അരുൾ ചെയ്തു. അദാമോ ദോസേനോ മൃതിയോ നിങ്ങൾ നിന്നുദ്ധാനമതി ചോദി കാക്കുന്നു നിൻ പുനരാഗമനം വാഴ്വരുളുക ഞങ്ങൾക്കെന്നും. വചനമായ കർത്താവേ, നിന്റെ അത്ഭുത പ്രവൃത്തികളുടെ മാഹാത്മ്യം വർണ്ണിപ്പാൻ ആർക്ക് കഴിയും? ഞങ്ങൾക്ക് വേണ്ടിയുള്ള അവിടുത്തെ രക്ഷാകരമായ പ്രവർത്തനങ്ങളെ വന്ദിക്കുവാനും ബഹുമാനിപ്പാനും പ്രാപ്തിയുള്ളവനുമാരാകുന്നു. ആകയാൽ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു, സംഭ്രമജനകവും ഭയങ്കരവുമായ സിംഹാസനത്തിൽ നീ ഉപവിഷ്ടനാകുന്ന സമയത്ത് തിരുമുഖം ഞങ്ങളിൽ നിന്ന് തിരിച്ചു കളയരുതേ. കോപത്തോടെ ഞങ്ങളെ നോക്കി ഞാൻ നിങ്ങളെ അറിയുകയില്ല എന്ന് ഞങ്ങളോട് പറയല്ലേ. പിന്നെയോ കാരുണ്യവാനായ കർത്താവേ, ആ സമയത്ത് ദയാദൃഷ്ടിയോടെ ഞങ്ങളെ വീക്ഷിച്ച് ഇടത്തു ഭാഗത്ത് നിന്ന് വലത്തു ഭാഗത്തേക്ക് ഞങ്ങളെ മാറ്റുവാൻ കൽപ്പിക്കണമേ. നിന്റെ ദിവ്യ ദർശനത്താൽ ഞങ്ങൾ ആനന്ദം അനുഭവിക്കണമേ. ഇവയ്ക്കും ഇവ പോലുള്ളവയ്ക്കും വേണ്ടി സഭയുമിടവേ നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാൻ ദൈവമേ കരുണ തോന്നണമേ എന്ന് പശ്ചാത്താപത്തോടെ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സർവശക്തിയുള്ള പിതാവാം ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളോവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി ശക്തിപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാന മേൽപ്പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കും. ഞങ്ങളെല്ലാവരോടും കൂടെ സമാധാനവും ഞങ്ങളെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടായിരിക്കണമേ. കർത്താവേ, എന്നോട് ഉത്തരം അരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി. നല്ലവനെ ദൈവതോന്നി
എന്നിൽ കരുണ ചെയ്യണമേ. കുരിയലായിസോൻ, കുരിയലായിസോൻ, കുരിയലായിസോൻ. വല്ലഹുമോഹനോ പരിശുദ്ധ റൂഹായിറങ്ങിയാവസിച്ച് ഈ അപ്പത്തെ കടങ്ങൾ പരിഹരിക്കുന്ന ശരീരവും പാപങ്ങൾ ക്ഷമിക്കുന്ന ശരീരവും കറകളെ വെണ്മയാക്കുന്ന തിരുശരീരവുമാക്കി തീർക്കുമാറാകട്ടെ. പരിശുദ്ധ റൂഹായിറങ്ങിയാവസിച്ച് കലർത്തപ്പെട്ട ഈ കാസായി പാപങ്ങൾ പരിഹരിക്കുന്ന രക്തവും തിന്മകളിൽ നിന്നുദ്ധരിക്കുന്ന രക്തവും പരീക്ഷകളിൽ നിന്ന് കാത്തുകൊള്ളുന്ന തിരുരക്തവുമാക്കി തീർക്കുമാറാകട്ടെ. കർത്താവേ, നിന്റെയും നിന്റെ ഏകപുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും കൃപയും മനുഷ്യ സ്നേഹവും മൂലം ഈ തിരുശരീരങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും ഇത് കടങ്ങളുടെ മോചനത്തിനും പരിഹാരത്തിനുമായി തീരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ആവിഷ്കാരത്തിൽ നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന 4 ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ വിശ്വസഭകളെ മേയിച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു വരുന്ന നമ്മുടെ പാത്രികീശന്മാരായ ആബൂന്മാർ ഇഗ്നാത്യോസിനു വേണ്ടിയും ആബൂന്മാർ ബെസേലിയോസിനു വേണ്ടിയും ആബൂന്മാർ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ആബൂന്മാർ ക്രിസോസ്റ്റോമോസിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. ദൈവമേ, നിന്റെ സഭയിൽ നിന്ന് കലഹങ്ങളും തർക്കങ്ങളും ശണ്ടകളും മായ്ച്ചു കളയണമേ. തിരുസന്നിധിയിൽ നിന്നുള്ള ശാന്തിയും സ്നേഹവും ഐക്യവും അതിൽ നിറയ്ക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിൽ അകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലെ ഈ സമയത്തിൽ ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാര ബലയിൽ മുൻകൂട്ടി പ്രാപിച്ച് ശ്രമിച്ച് വിശ്വാസികൾ സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും വലിയ ഐക്യാഭ്യർത്ഥി ഉണ്ടാവാനായിട്ടും അവർ സുഹൃത്തുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ ബലിയെ നിന്റെ ദാസരിൽ നിന്നും അംഗീകരിക്കണമേ. സമാധാനവും സന്തോഷവും നിറഞ്ഞ കാലങ്ങൾ നിന്റെ കരുണയാൽ അവർക്ക് നൽകണമേ. കഠിനവും മരണകരവുമായ ശിക്ഷകളിൽ നിന്ന് സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും പാടും. ബാറയ്ക്കുമോർ 4 ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ സഭകളെയും തേറാകളെയും സത്യവിശ്വാസത്തിൽ നിർത്തിയുറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സമൂഹം, ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃതമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, കരയിലും കടലിലും ആകാശത്തിലും ദുർഘടമാർഗങ്ങളിലും യാത്ര ചെയ്യുന്നവരെ നിന്റെ കരുണയാൽ സഹായിക്കണമേ. നിർദ്ദയ ഭരണത്തെയും വിനാശകരങ്ങളായ ഭാരങ്ങളെയും ഞങ്ങളിൽ നിന്നും നീക്കി സമാധാനവും ആശ്വാസവും നൽകണമേ. സന്തോഷകാലങ്ങളും സുഭിക്ഷ സംവത്സരങ്ങളും നിന്റെ ഉത്തമ സന്നിധിയിൽ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ.
ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ബാരിക്കുമോർ ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരായ സ്ലീഹന്മാരെയും ഏവങ്കേലിയോസ്തന്മാരെയും സഹദേന്മാരെയും മൗദ്യനന്മാരെയും ഭാഗ്യവൻ തൻ്റെ യജമാന്റെ മുന്നോട്ടക്കാരനുമായ മാർ യൂഹാനോൻ മാംദാനായെയും ഷെമ്മാശന്മാരിൽ പ്രധാനിയും സഹദേന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സ്തേഫാനോസിനെയും സ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമാ സ്ലീഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ മാതാവിന്റെയും പരിശുദ്ധന്മാരുടെയും സ്വീകാര്യ പ്രാർത്ഥനകളാൽ ഈ ലോകത്തിൽ ഞങ്ങളെ സഹായിക്കുകയും വരുവാനിരിക്കുന്ന ലോകത്തിൽ അവരോടൊപ്പമുള്ള ഓഹരിക്കും അവർക്കായി ഒരുക്കപ്പെട്ടിട്ടുള്ള ആനന്ദങ്ങൾക്കും ഞങ്ങളെയും ഞങ്ങളുടെ വാങ്ങിപ്പോരെയും അർഹരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. കുറ്റമില്ലാത്തതുമായ വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായ ശുദ്ധാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻകൂട്ടി തിരിപ്രാപിച്ച് ശ്രമിക്കുന്നവരെയും നിക്കിയായിലും ക്രിസ്തുസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പൊതുസുന്നോസുകളെയും അവയിലുണ്ടായിരുന്ന നീതന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഉർസലേമിനെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്നേഹായും സഹതായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദേവനാസിയോസും അത്താനാസിയോസും യൂലിയോസും ബസേലിയോസും ഗ്രീഗോറിയോസും ദേസ്കോറോസും തിമോത്യോസും ഫീലക്സീനോസും ആന്തിമോസും ഈവാനിയോസും വചനമായ ദൈവം ശരീരമായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർ കൂറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സഭ മുഴുവൻ്റെയും വിവേകമുളവായും തൂണം മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ച സ്ഥലവും മറിയാം സംശയം കൂടാതെ മാതാവ് എന്ന ഇല്ല ഇപ്പോഴും പ്രസംഗജനുമായ ഞങ്ങളുടെ പാത്രികസ് മാസേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബാമാർ യാക്കോബുർദാനായും മാറാ പ്രേമും മാർ യാക്കോവും മാറുസാക്കും മാർവാനായും ദുഃഖന്മാരിയ തലവനായ ബാബന്മാർ ബർസോമായും മാർ സെമോൻ ദുസ്തോനിയും തെരഞ്ഞെടുപ്പെട്ട മാറബായും എൽദോമാർ ബേസേലിയോസും മലങ്കരിയുടെ പരിശുദ്ധന്മാരായ മാർ ഗരിഗോറിയോസും മാർ ദിവനാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു വന്നവരായി ഇവരുടെ മുമ്പും ഇവരുടെ കൂടെയും ഇവരുടെ പിമ്പുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ ഇടയന്മാരും ഗുരുക്കന്മാരും ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള സത്യവിശ്വാസവും സത്യ ആരാധനയും ഞങ്ങളിൽ ഉറപ്പിക്കണമേ. അവരുടെ പ്രാർത്ഥനകൾ മൂലം ഞങ്ങളെ സത്യവിശ്വാസത്തിൽ തീഷ്ണതയുള്ളവരാക്കണമേ. പ്രകാശമുള്ള അവരുടെ കൂടാരങ്ങൾക്ക് ഞങ്ങൾ അർഹതയുള്ളവരായി ഭവിക്കണമേ. അവരുടെ മഹനീയമായ മുഖതേജസ്സാൽ ഞങ്ങളെ ആനന്ദിപ്പിക്കണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും പാടുമാറാകണമേ. രൂപികളുടെയും സകല ജഡങ്ങളുടെയും മുഴുവനായിരിക്കുന്ന പിതാവാൻ ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായി പരിശുദ്ധ മദ്ബഹായിൽ നിന്നും
ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകലം മരിച്ചുപോരെ ഞങ്ങൾ ഓർക്കുന്നു. ആത്മാക്കളെയും മരൂപികളെയും തൻ്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മശിഹായുടെ ധാരാളമായ തൻ്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും തൻ്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയലൈസോൻ എന്ന് അട്ടഹസിച്ച് പറയണം. കുറിയലൈസോൻ, കുറിയലൈസോൻ, കുറിയലൈസോൻ. കാരുണ്യവാനും വളരെ കൃപയുള്ളവനുമായ കർത്താവേ, നശ്വരമായ ഈ ജീവിതത്തിൽ നിന്ന് വേർപെട്ട് നിന്റെ അടുക്കൽ വന്ന് ചേർന്നിരിക്കുന്നവർക്ക് വേണ്ടി നിന്റെ ബലഹീനദാസരുടെ അപേക്ഷകൾ കൈക്കൊള്ളണമേ. വേദനകളും ദുഃഖങ്ങളും ഇല്ലാത്തതും എന്നാൽ ജീവനും സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും വാഴുന്നതും നിന്റെ ഏകജാതൻ വസിക്കുന്നതുമായ പ്രകാശഭവനങ്ങളിൽ നീ അവരെ ആശ്വസിപ്പിക്കണമേ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാനായി അവനിൽ തന്നെ ഞങ്ങളും ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചവരെ എന്നെ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോടും മനസ്സോടാതെ അറിവോടും അറിവുകൂടാതെ നിന്റെ തിരുമുമ്പിൽ ഞങ്ങൾ വാഗ്ദാനം ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. മനുഷ്യരെ സ്നേഹിക്കുന്നവനും വളരെ കൃപയുള്ളവനുമായ കർത്താവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ വാങ്ങിപ്പോരുകയും മനസ്സോടും മനസ്സുകൂടാതെയുള്ള പാപങ്ങൾ പരിഹരിക്കണമേ. നീ ഞങ്ങളെ ന്യായം വിധിക്കുകയോ നിന്റെ സഹായത്തിൽ ഞങ്ങളെ വിരോധിക്കുകയോ അരുതേ. എന്നാലോ കെടാത്ത തീയിൽ നിന്നും ചാകാത്ത പുഴുവിൽ നിന്നും പുറത്തെ അന്ധകാരത്തിൽ നിന്നും സാത്താനും സൈന്യങ്ങൾക്കുമായി കാത്തുവച്ചിരിക്കുന്ന ദണ്ഡനങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ. തന്മൂലം സകലത്തിലും എന്ന പോലെ വിശുദ്ധ കുർബാന വഴിയായും സകലത്തിലും ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടതുമായ തിരുനാമം ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായോടും പരിശുദ്ധ റൂഹായോടും കൂടെ സദാ സ്തുതിച്ച് വന്നിച്ച് മഹത്വപ്പെടുത്തുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യുവാനിടയാകണമേ. തന്റെ തിരുനാമം വരുന്ന പ്രകാരം തന്നെ തലമുറ തലമുറകളായി സകല തലമുറകളെയും ലോകാലോകങ്ങളോ സ്തുതിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശു മിശിഹായാം ദൈവത്തിന്റെ കരുണ എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നാളും ഉണ്ടായിരിക്കട്ടെ. അൻപുടയോനെ നിൻ വാതിൽ മുട്ടുന്നോ ദാസനാദം കൂറി ഈലായിസോ. ഹല്ലേലൂയ ഹല്ലേലൂയ ബാരക് മോർ കൂറിയെ ലൈസോ. ഹല്ലേലൂയ ഹല്ലേലൂയ കൂറി ഈലായിസോ. യാചിക്കും ഹല്ലേലൂയ ഹല്ലേലൂയ. അടിയാരെ തള്ളിടല്ലേ കൂറിയിലായിസോ.
വീക്ഷിച്ച് അടിയാരേ ഹല്ലേലൂയ ഹല്ലേലൂയ അരിശം നീക്കി കാക്കണമേ കുരിയേലായിസോൻ ഹല്ലേലൂയ ഹല്ലേലൂയ ബാരക്മോർ കുരിയേലായിസോൻ ഹല്ലേലൂയ ഹല്ലേലൂയ കുരിയേലായിസോൻ വാതിൽ തുറന്നീ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ ഹല്ലേലൂയ നാദം കേട്ടേ കീടണമേ കുരിയേലായിസോൻ ഹല്ലേലൂയ ഹല്ലേലൂയ ബാരക്മോർ കുരിയേലായിസോൻ ഹല്ലേലൂയ ഹല്ലേലൂയ കുരിയേലായിസോൻ നിന്നെ വിളിക്കും നീനാഥ ഹല്ലേലൂയ ഹല്ലേലൂയ നിന്നുദവിക്കായി ബലഹീന കുരിയേലായിസോൻ ഹല്ലേലൂയ ഹല്ലേലൂയ ബാരക്മോർ കുരിയേലായിസോൻ ഹല്ലേലൂയ ഹല്ലേലൂയ കുരിയേലായിസോൻ അവനോട് നാം പ്രാർത്ഥിക്കണം. അറിയുമോർ പിതാവാൻ ദൈവമേ, മാലാകുമാരും പ്രധാന മാലാകുമാരും സകല സ്വർഗീയ ഗണങ്ങളും നിന്നെ വന്ദിച്ച് മഹത്വപ്പെടുത്തുന്നു. നീ കരുണയുള്ള നാഥനും ദയാലുവും ഉത്തമനും ദീർഘക്ഷമയുള്ളവനും കൃപയുള്ളവനുമാകുന്നു. ഞങ്ങൾ നിനക്ക് പുതുക്കമുള്ള ആത്മീയ മക്കളായി തീരുവാൻ തക്കവിധം ഇപ്പോൾ ഞങ്ങൾ എല്ലാവരെയും വിശുദ്ധീകരിക്കുമാറാകണമേ. തന്മൂലം സ്വർഗീയ പിതാവായ നിന്നെ നിർമ്മല ഹൃദയത്തോടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചു പ്രാർത്ഥിപ്പാൻ ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ. ബാറക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കല്ലേ, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കർത്താവേ, ആത്മാവിനും ശരീരത്തിനും ഉപദ്രവം വരുത്തുന്ന സകല പരീക്ഷകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ശത്രുവായ ആകൽക്കർസായെ ഞങ്ങളുടെ കാൽ കീഴാക്കണമേ. ഞങ്ങളുടെ പ്രത്യാശയാവുന്ന യേശുവിശിഹ മൂലം സമൃദ്ധിയായി കവിഞ്ഞൊഴുകുന്ന നിന്റെ കരുണ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രവും കരേറ്റുന്നു. നിങ്ങളെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാധിക്കുമോർ അണയ്ക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുൻപ്
വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, ഇപ്പോൾ തിരുമുമ്പാകെ തലവണങ്ങിയും നിന്റെ കരുണയ്ക്കായി പ്രതീക്ഷിച്ചു നിൽക്കുന്ന ജനത്തെ നീ കടാക്ഷിക്കണമേ. നിനക്ക് സഹജമായ വിധത്തിൽ അവർക്ക് ഉത്തരമരുളുകയും അവരുടെ ഉത്തമയാചനകൾക്ക് മറുപടി അരുളുകയും ചെയ്യണമേ. അവർ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും ആരാധ്യവും വന്യവും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ പരിശുദ്ധ തൃത്വത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നാളും ഉണ്ടായിരിക്കട്ടെ. ഭയത്തോടും പിറയിലോടും കൂടി നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കുമായി നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ റൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായ്ക്കും എന്നേക്കും സ്തുതി. കരുണയോടെ ലോകത്തെ മനഞ്ഞുണ്ടാക്കിയ പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തന്റെ തിരുമേനിയുടെ വിലയേറിയ കഷ്ടാനുഭവങ്ങളാലും കുരിശുമരണത്താലും ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലവും പരിപൂർത്തീകരിക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായി നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമാദി മുതൽ ഇന്നും എന്നാളും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുതന്മാർ ആയിടുവാൻ ആയുഷ്കാലെ പഠിപ്പിച്ച താതൻ മാരെ ഓർക്കണം. പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വത രാജ്യ സ്വർഗത്തിൽ നീതിജ്ഞന്മാർ സിദ്ധന്മാരും നീവരൊപ്പം ദൈവസുതൻ ആശ്വാസമവർക്കേകിടും. മുറിയോറാകെ മേലയിനുവാദാവേ. നാൾ സ്തുതിയോടു രാജമകൾ ലുയ്യാനിൻ വലമായി രാജഭാമിനിയം നിന്നഴകരജൻ മോഹിപ്പാൻ ഹല്ലേലൂയായോ ഹല്ലേലൂയാ. ജനമോർക്കായി ഗഭദ്രഗ്രഹവും ബാധിക്കുമോ. പോലം വാതാമുൽ പോലം സ്പർശിച്ചുള്ള ദ്വാരങ്ങൾ നിന്നിലുദിച്ചോ രേഖസുതൻ തൃക്കല ഞങ്ങളിൽ അലിവാഴ്ത്ത പക്കലപേക്ഷയാണ് കേണം. സ്തൗമൻ കാലസ്കുരിയേലായി സ്മരണ വരദായകമാകാ തൽ പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട ബാധിക്കുമോ.
ദൈവപ്രസവിത്രേ കന്യകമറിയാമിൻ ഉയരും നോയാറിൽ സുഖപരിമളധൂപം മുറിയോരാവിൻ നീലൈനുവാതാരേ ഒറാനീശോ കുരിശം നേ മാതൃജനത്തെ പ്രാർത്ഥനയും അടികളയും നിൻ കോപത്തിൻ വടികളയും മാച്ചിടേണം. ദൈവാൻപന പോലെ തുളർത്തിടുമേ ഹാലേലുയ്യ വളരും അവൻ ലെബനോൻ കാരകിൽ പോൽ വൃദ്ധതയിലും അവർ തളിരിട്ടു തഴച്ചിടുമേ ഹല്ലേലൂയ. വർദ്ധിക്കും അവർക്ക് ദുഷ്ടി പുഷ്ടികളും പാറയ്ക്കുമോ. വെങ്കോലം വാദാമിൽ പോലും ലിംഗം മാർത്തോമാസ്ലിഹ ഉണ്ടേമേലും നിന്നോർമ്മ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മേ ബഹുമാനി ചോർക്കായി സൗമൻ കാലസ്കുറിയേലായി സോ. പ്രാർത്ഥനയെ സമയമിതല്ലോ മാർ ഗ്രിഗോറിയോസ് പതിവിൻ പാടി നിൻ കൂട്ടത്തലയായി പ്രാർത്ഥിക്കാം. ഇമ്പമെഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മൂശേ പോറ്റ് കൈവാട്ടേണം ബാറയ്ക്കുമോ. നിന്നെ വരിച്ചൊരുതാതനും മോഗ്രിഗോറിയോ നിന്നോർമ്മയെ ബഹുമാനിച്ച സുതനും സ്തോത്രം. നിന്നെ മോടി ചൂടിടുന്ന റൂഹാവന്നേ നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾക്കെന്നും. മുറിയോറാകി നിലനുവാതാരേ ശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളെയും തൻ കോപത്തിൻ വടികളെയുമായി ചീടാം. അന്യ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ ഏറെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന സ്നേഹിതരെ, സഹോദരങ്ങളെ, ഈ പുണ്യഭൂമിയിൽ കബറടങ്ങിയിരിക്കുന്ന മലങ്കരയുടെ മഹാപരിശുദ്ധനായ പരിമലത്തിരുമേനിയുടെ ഓർമ്മപ്പെരുന്നാളിന് ഏതാണ്ട് 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ നാം എല്ലാവരും ഇന്നത്തെ ഈ ആരാധനയ്ക്ക് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. എന്താണ് ക്രിസ്തീയ ജീവിതം? ചിലർ പറയും ഇതൊരു തീർത്ഥാടനമാണ്, ചിലർ പറയും ഇതൊരു ആഘോഷമാണ്, മറ്റു ചിലർ പറയും ഇതൊരു ധ്യാനമാണ്. ഏതാണ് ശരി? മലങ്കരയുടെ സൂര്യ തേജസ് എന്ന് വിളിക്കപ്പെട്ട ബസേലിയോസ് ദിരിയൻ ബാവാതിരുമേനി പലപ്പോഴും സഭാമക്കളെ ഓർപ്പിച്ചിട്ടുള്ള ഒരു വാക്യമുണ്ട്. മക്കളെ മക്കളെ, മലങ്കര ഓർത്തഡോക്സ് സഭ സ്വർഗത്തെ നോക്കി യാത്ര ചെയ്യുന്ന ഒരു തീർത്ഥാടക സമൂഹമായിരിക്കണം. നമ്മളൊക്കെയും ഒരു തീർത്ഥാടനത്തിലാണ്. പരിശുദ്ധ പരിമല തിരുമേനിയുടെ വലിയ മധ്യസ്ഥതയിൽ ശരണപ്പെട്ടുകൊണ്ട് നിങ്ങളെല്ലാവരും ഇവിടെ കടന്നു വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് പരിശുദ്ധ തിരുമേനിയുടെ മധ്യസ്ഥത നമുക്ക് വിലയേറിയതായിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് മനനം ചെയ്യുവാനാണ് ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നത്. സങ്കീർത്തനകാരൻ 16-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ ദൈവത്തിന് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ ദൈവത്തിന് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. വിശുദ്ധിയാൽ ജീവിതം ദൈവത്തിന് പ്രസാദകരമായി
സമർപ്പിച്ചവരാണ് വിശുദ്ധന്മാര്. അവരുടെ ജീവിതം, ആ ജീവിതത്തിൽ ദൈവം പ്രസാദിച്ചു. അതാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും അവരുടെ ജീവിതത്തെ വ്യത്യസ്തമാക്കി തീർക്കുന്നത്. ആ പ്രസാദാത്മകതയാണ് ഇന്ന് നമ്മളെ എല്ലാവരെയും ഈ സന്നിധിയിലേക്ക് കൂട്ടിവരുത്തുവാൻ ഇടയാക്കിയത്. അതുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള ആളുകള് പരിശുദ്ധ പരിമല തിരുമേനിയെ അവരുടെ മധ്യസ്ഥനായി സ്വീകരിച്ചിരിക്കുന്നത്. ദൈവത്തെ പ്രസാദിപ്പിച്ചിട്ടുള്ളവരുടെ മധ്യസ്ഥത ദൈവസന്നിധിയിൽ വളരെയേറെ വിലപ്പെട്ടതാണ്. അവർ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവരാണ്. അവർക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ അപേക്ഷകളെ ദൈവസന്നിധിയിലെ പകരുവാൻ തക്കവണ്ണം സാധിക്കും. നമ്മൾ വിചാരിക്കുന്നത് പോലെ നിസ്സാരമായ ഒരു കാര്യമല്ല ദൈവസന്നിധിയിലെ അടുത്ത് ജീവിക്കുക എന്നുള്ളത്. ഒരുപക്ഷെ വലിയ വലിയ സ്ഥാനമാനങ്ങളോ വലിയ വലിയ ഡിഗ്രികളോ നേട്ടങ്ങളോ ഡോക്ടറേറ്റുകളോ ഒക്കെ നമുക്ക് നേടുവാൻ സാധിച്ചേക്കാം. എന്നാൽ ദൈവസന്നിധിയില് പ്രസാദാത്മകതയോടുകൂടി നിൽക്കണമെങ്കിൽ ഒത്തിരിയേറെ ത്യാഗം അതിനാവശ്യമാണ്. ഒത്തിരിയേറെ ത്യാഗത്തിലൂടെയാണ് പരിശുദ്ധ പരിമല തിരുമേനി ഈ വിശുദ്ധിയുടെ തലത്തിലേക്ക് ഉയർത്തപ്പെട്ടത്. നമുക്കറിയാം, നമ്മുടെ വിശുദ്ധ ബലി എന്ന് പറയുന്നത് അതൊരു വലിയ ത്യാഗവുമാണ്. ത്യാഗം കൂടാതെ ഒരു യാഗവും അതിൻ്റെ പൂർത്തീകരണത്തിൽ എത്തുന്നില്ല, അതിൻ്റെ യഥാർത്ഥ അനുഭവത്തിൽ വരുന്നില്ല. നമ്മുടെ യാഗം, നമ്മുടെ ബലിക്ക് വേണ്ടി നമ്മൾ അർപ്പിക്കുന്ന വീഞ്ഞുകളെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. എത്രമാത്രം ഒരുക്കവും ക്രമീകരണവും അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത്. മറ്റ് സഭകളിൽ നിന്ന് ഒത്തിരിയേറെ വ്യത്യസ്തത നമുക്കുണ്ട്. നമുക്കറിയാം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്നതായ ഗോതമ്പ് മണികൾ അത് പൊടിച്ച് ചേർത്ത് അത് വിശുദ്ധ കുർബാനയുള്ള ദിവസം തലേ ദിവസം തന്നെ അത് ഭംഗിയായി ക്രമീകരിച്ച് പുളിപ്പിനോട് ചേർത്ത് അത് പ്രാർത്ഥനയോടുകൂടിയാണ് അത് ക്രമീകരിച്ച് കുഴച്ചു വയ്ക്കുന്നത്. അത് പിറ്റേ ദിവസം ആ ഒരു പുളിപ്പുള്ള അപ്പമാക്കി അതിനെ തീർക്കുന്നു. അതിനും വലിയ പ്രാർത്ഥനകളും ശുശ്രൂഷകളും അതിൻ്റെ അനുഷ്ഠാന രീതികളും ഒക്കെയുണ്ട്. ഒത്തിരി ത്യാഗത്തോടുകൂടിയാണ് അപ്പം ക്രമീകരിക്കുന്നത്. വീഞ്ഞും അതുപോലെ തന്നെ. പണ്ടൊക്കെ ആണെങ്കിൽ ഉണക്ക മുന്തിരിങ്ങ അത് വെള്ളത്തിലിട്ട് അതിൽ നിന്ന് ലഭിക്കുന്ന സത്ത് പിറ്റേ ദിവസം എടുത്ത് വീഞ്ഞായി ഉപയോഗിക്കുന്നു. നോക്കണം, നമ്മുടെ വീഞ്ഞുകളൊക്കെ ക്രമീകരിക്കുന്നതിൽ പോലും വലിയൊരു ത്യാഗവും ഒരുക്കവും ഒക്കെ ഉണ്ട്. ഈ ത്യാഗത്തിൻ്റെയും ഒരുക്കത്തിൻ്റെയും ഒക്കെ പരിണിത ഫലമായിട്ട് തൻ്റെ ജീവിതത്തെ തന്നെ അങ്ങനെ മെനഞ്ഞെടുത്ത ഒരു അനുഭവമാണ്. തൻ്റെ ജീവിതം തന്നെ ദൈവത്തിന് പ്രസാദമുള്ള ത്യാഗമായി അർപ്പിച്ചതുകൊണ്ടാണ് പരിമല തിരുമേനി വിശുദ്ധനായി തീർന്നത്. ഒരു പ്രമുഖ സാഹിത്യകാരൻ പരിമല തിരുമേനിയെ വിശേഷിപ്പിച്ചത് പരിമള തിരുമേനി എന്നാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നും അങ്ങനെ ഒരു വാക്ക് വരാൻ കാരണം? ലോകം മുഴുവൻ ആ വിശുദ്ധിയുടെ പരിമളം ഇന്ന് പരന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പരിമളം ആസ്വദിച്ചുകൊണ്ട് അനേകര് ഈ പുണ്യസങ്കേതത്തിലേക്ക് ദൈനംദിനം കടന്നു വരുന്നു. പ്രത്യേകിച്ചും ഇനിയുമുള്ള ദിവസങ്ങള് അനേക തീർത്ഥാടകര് ആ വിശുദ്ധിയുടെ തീർത്ഥം തേടി ഇവിടെ എത്തുകയാണ്. അതവർക്കൊക്കെ അനുഗ്രഹത്തിൻ്റെ അനുഭവമാണ്. അതുകൊണ്ട് അവര് എല്ലാ വർഷവും ഈ ദൈവാലയത്തിലെ പെരുന്നാളില് അനേകായിരങ്ങളിൽ ലക്ഷോപലക്ഷം മനുഷ്യര് ഇവിടെ കടന്നു വരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഈ സമയത്ത് സദൃശ്യവാക്യങ്ങളിലെ ഒരു വചനം ഞാൻ ഓർക്കുകയാണ്. അതിപ്രകാരമാണ്. 4-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം: നീതിമാന്റെ പാതയോ പ്രഭാതത്തിന്റെ വെളിച്ചം പോലെ, അത് നട്ടുച്ചവരെ അധികം അധികം ശോഭിച്ചു വരുന്നു. നീതിമാന്റെ പാതയോ പ്രഭാതത്തിന്റെ വെളിച്ചം പോലെ, അത് നട്ടുച്ചവരെ അധികം അധികം ശോഭിച്ചു വരുന്നു. പ്രോവേർബ്സ് 4:18. നാം ഈ പുണ്യഭൂമിയിലേക്ക് അടുത്തു വരുമ്പോൾ കേവലം ഭിക്ഷാടനക്കാരെ പോലെ കൈനീട്ടി ചില അനുഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കുന്നത് മാത്രമായി നമ്മുടെ ആത്മീയത തീരരുത് എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. പരിശുദ്ധ തിരുമേനിയോട് ചേർന്ന് നിന്നുകൊണ്ട്
നന്മയും പ്രസാദവുമുള്ള ദൈവഹിതം നമ്മളും തിരിച്ചറിയണം. ഇന്ന് ലോകം വളരെയേറെ കലുഷിതമായ ഒരു അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ്. നമുക്കറിയാം, പത്രമാധ്യമങ്ങളിലൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ദിവസം രാവിലെ പത്രം വായിച്ചാൽ നമ്മുടെ സ്വസ്ഥത മുഴുവൻ പോകുന്നത് മട്ടിലാണ് ഇന്നത്തെ ലോകത്തിൻ്റെ കാര്യങ്ങൾ. അത്രമാത്രം ഇന്ന് കലുഷിതമായിരിക്കുന്ന ഒരു ലോകത്തില് നന്മയും പ്രസാദവുമുള്ള ദൈവഹിതം എന്തെന്ന് ഞാനും നിങ്ങളും തിരിച്ചറിഞ്ഞ് നമ്മുടെ മനസ്സ് ഒന്ന് പുതുക്കി രൂപാന്തരപ്പെടുവാനുള്ള മനസ്സോടുകൂടി ആയിരിക്കണം ഈ ദേവാലയത്തിലേക്ക് നമ്മൾ കടന്നു വരേണ്ടത്. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ, അവന്റെ ഇഷ്ടം നിറവേറ്റുമ്പോൾ സകലവും നിങ്ങൾക്ക് തന്നുകൊള്ളാമെന്നാണ് ദൈവത്തിന്റെ കൽപ്പന. അതുകൊണ്ട് ആദ്യം ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധ്യമാകണം. നമ്മുടെയൊക്കെ വിചാരം നാം ദൈവത്തെ വിളിച്ചു വരുത്തി നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചെടുക്കുന്ന അവസരമാണ് ആരാധനയെന്ന. എന്നാൽ നേരെ മറിച്ചാ സംഭവിക്കുന്നത്. സഭയെ കൂട്ടി വരുത്തുന്നത് ദൈവമാണ്. നാം ദൈവത്തെ വരുത്തുകയല്ല, ദൈവം നമ്മളെയൊക്കെ കൂട്ടി വരുത്തിയിരിക്കുകയാണ്. ആ ദൈവത്തിന്റെ ശബ്ദം കേട്ടനുസരിച്ച് നമ്മുടെ കഴിവുകളും സമയവും നമ്മെ തന്നെയും പൂർണ്ണമായും അർപ്പിക്കുമ്പോഴാണ്, അവിടെയാണ് ആരാധനയുടെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. നിഷ്കളങ്കമായ ഒരു മനസ്സ്, പൂർണ്ണ മനസ്സോടെയുള്ള ആരാധനയ്ക്ക് അനിവാര്യമാണ്. നമ്മൾ ശയന പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും ചൊല്ലുന്നുണ്ട്, നിന്തൊരു മനസ്സിനെ ഞാൻ അറിഞ്ഞ് ഞാൻ അതിനെ ചെയ്യുവാനായി, നിന്തൊരു മനഗുണം അതിനാലേ എനിക്ക് നീ മനഗുണം ചെയ്യണമേ. ദൈവത്തിന്റെ മനസ്സറിഞ്ഞ് ആരാധിക്കുന്നവന്റെ ആരാധന നിരർത്ഥകമാകുകയില്ല. ഇത് കേവലം എന്തെങ്കിലും പിടിച്ചടക്കാനായിട്ടുള്ള ഒരു കടന്നുവരവല്ല. ദൈവത്തിന്റെ മനസ്സറിഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന അനുഭവം. ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലുമ്പോൾ അവൻ നമുക്ക് നന്മകൾ തരുകും, യാതൊരു സംശയവുമില്ല. ലോകം മുഴുവനും വെട്ടിപ്പിടിക്കാനും ആസ്വദിക്കുവാനുള്ള വ്യഗ്രതയിലാണ് ഇന്ന് മനുഷ്യര്. ഇന്ന് മനുഷ്യനിൽ കണ്ടുവരുന്ന ഒരു പ്രവണത അതാ, ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കണം, എല്ലാം ആസ്വദിക്കണം. ഇതിനുവേണ്ടി അവൻ ആരെയും കൂട്ടുപിടിക്കും. ഏത് പ്രമാണ ലംഘനങ്ങളിൽ പോകുന്നതിനും ആർക്കും മടിയില്ല. പക്ഷേ ഈ ലോകത്തിന് അനുരൂപമായി നാം അതിവേഗം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ആ ജീവിത തിരക്കിനിടയിൽ പലതും നേടുവാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. ഈ ഇടയിൽ ഒരു കാര്യം വായിക്കുവാനിടയായി. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഇന്ന് മനുഷ്യൻ നേട്ടങ്ങൾക്കു വേണ്ടി പരക്കം പാഞ്ഞ് അവൻ്റെ ആരോഗ്യം പോലും നഷ്ടപ്പെടുത്തി എല്ലാം നേടിയെടുക്കും. ഒത്തിരിയേറെ കഷ്ടപ്പെട്ട് എല്ലാം നേടിയെടുക്കും. ഒടുവിൽ അവൻ്റെ ആരോഗ്യം നഷ്ടമാകുമ്പോൾ ആ ആരോഗ്യം വീണ്ടെടുക്കുവാൻ വേണ്ടി അവൻ സമ്പാദിച്ചതെല്ലാം ചിലവഴിക്കും. വളരെ അർത്ഥവത്തല്ലേ? ഇന്ന് നമുക്ക് ജീവിക്കാൻ മറന്നുപോയ അവസ്ഥയിൽ നമ്മൾ പലപ്പോഴും നെട്ടോട്ടം ഓടുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥവും അതിൻ്റെ സാരാംശവും ഒക്കെ നമ്മൾ മറന്നുപോയിരിക്കും. നമ്മളെ എന്തിനാണ് ഈ ലോകത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത്? ദൈവത്തിന്റെ പ്രിയ മക്കളായി ഞാനും നിങ്ങളും ഈ ലോകത്തിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് എന്തിനാണ്? ഇത് നമ്മൾ ഒരിക്കലും മറന്ന് ജീവിക്കരുത്. ദൈവത്തെ മറന്ന് ജീവിക്കരുത്. പാട്ടുകാരനും പാടുന്നുണ്ടല്ലോ, ദൈവത്തെ മറന്ന് നമ്മൾ ജീവിക്കരുത്. ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ നേടാവുന്നതൊക്കെ നേടുക. ദൈവത്തിന് ഇഷ്ടമില്ലാതെ നമ്മൾ ഒന്നും നേടുവാൻ ശ്രമിക്കരുത്. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രസാദിക്കും. പരിശുദ്ധ പരിമല തിരുമേനി നമുക്ക് വേണ്ടി മധ്യസ്ഥനായി ദൈവസന്നിധിയിൽ നിലകൊള്ളും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇന്നത്തെ ആധുനിക മനഃശാസ്ത്രം പറയുന്നത് പാപവും പുണ്യവും ഒക്കെ മനുഷ്യന്റെ വെറും തോന്നലുകളാണെന്ന്. കുറ്റബോധമില്ലാതെ ജീവിച്ചാൽ എല്ലാം മതി, അത് മാത്രം മതിയെന്നാണ് ആധുനിക മനഃശാസ്ത്രം പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവര്, ഇത് വളരെ തെറ്റായ ഒരു ഉപദേശമാണ്. ശരിയായ സത്യകുംഭസാരത്തിന്റെ മഹത്വവും പ്രയോജനവും മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ പാപം മറച്ചും ലംഘനം ക്ഷമിച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ഈ ഭാഗ്യാവസ്ഥയിലേക്കാണ് ഞാനും നിങ്ങളും പ്രവേശിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഒരുക്കത്തോടുകൂടി വേണം ഈ വിശുദ്ധിയെ സമീപിക്കുവാൻ.
ശുദ്ധീകരിക്കാതെ ദൈവത്തിൻ്റെ കൃപ പ്രാപിപ്പാൻ നമുക്ക് സാധ്യമല്ല. ശുദ്ധീകരണത്തിൻ്റെ അനുഭവത്തിലൂടെ ദൈവസന്നിധിയിൽ വന്ന് ദൈവകൃപ പ്രാപിക്കണം. ശുദ്ധീകരണത്തിൻ്റെ അനുഭവത്തിലൂടെ വിശുദ്ധൻ്റെ കബറിടത്തിലേക്ക് വന്നുകൊണ്ട് നമ്മൾ ആ വിശുദ്ധിയിൽ പങ്കാളികളായി തീരുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി കരുതുകയും നമുക്ക് വഴി കാണിച്ചു തരികയും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കർത്താവിൻ്റെ വിശുദ്ധരുടെ മാതൃകളെ നമ്മൾക്ക് പിന്തുടരാം. അവർ അവരുടെ കഷ്ടതകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ദൈവിക പദ്ധതിയോട് അതുമൂലം ലഭ്യമാവുന്ന നന്മകളിൽ പ്രത്യാശിച്ചവർ പോയി. കഷ്ടതകളൊക്കെ അവർക്കുണ്ടായിരുന്നു, അതിലല്ല അവരുടെ ശ്രദ്ധയായിരുന്നത്. ദൈവകൃപയിൽ അവർ പ്രത്യാശിച്ച് അവരുടെ കഷ്ടതകളെയൊക്കെ അവർ നിസ്സാരമായിട്ട് എണ്ണുകയാണ്. നമ്മൾ ഇന്ന് നമ്മുടെ ചെറിയ ചെറിയ കഷ്ടതകളെയും ബുദ്ധിമുട്ടുകളെയും രോഗങ്ങളെയും ഒക്കെ മാറ്റിത്തരണമേ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. കഷ്ടതകളുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തെ അറിയുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുമ്പോൾ വിശുദ്ധൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ പ്രയാസങ്ങൾക്ക്, നമ്മുടെ പ്രതിസന്ധികൾക്ക് ഉത്തരവും വഴിയും വാതിലുമായി വിശുദ്ധൻ്റെ മധ്യസ്ഥത തീരും. ആ മധ്യസ്ഥതയിൽ നമുക്ക് വിശുദ്ധിയോടുകൂടി പങ്കുചേരാം. ദൈവാത്മാവ് നമ്മുടെ എല്ലാ വ്യക്തി ജീവിതങ്ങളെയും നമ്മുടെ ഭവനങ്ങളെയും വിശുദ്ധൻ്റെ മധ്യസ്ഥത കൊണ്ട് അനുഗ്രഹിച്ച് ശ്രേഷ്ഠമാക്കട്ടെ എന്ന് ആശംസിച്ച് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. തുല്യം നരുടെ നാളുകളോ ഹല്ലേലൂയ, പൂക്കുന്നിതു വയലിൽ പോ ചെടി പോലെ ബാറക്കുമോ. ശുഭഹോല പോലെ ബിറോവൽ റൂഹോ കാദീശോ ബിൻപോലം വാദാമുൽ പോലം ഉൽമീനാമി. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരതിൻ ജീവസുരമതുണർത്തണമേ. കബറിനുദ്യാനത്തിനായി സൗമൻ കാലസ്കുറിയേലായിസോൻ. രക്ഷകനെ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചും നിൻ പാനം ചെയ്തും ബ്രദരായോരേ നാശം നീക്കി ജീവിപ്പി ചണിയണം നിന്നെ നോക്കും അവരിൽ കാന്തി ബാറയ്ക്കുമോ. ശുഭഹോല ബോല ബിറോവൽ റൂഹോ കാദീശോ ജീവിപ്പിപ്പാൻ എഴുന്നള്ളും രാജാ മുകിലഴകിൻ മേലാഘോഷിതനായിടുന്നു. നയവാൻമാർ തൻ മുൻകൊമ്പിൻ നാദം കേട്ടിട്ടങ്ങിയണിഞ്ഞെതിരേൽപ്പാനായി പോയിടുന്നു. മുറിയോറാകെ മേലനുവാദാരേ മാരാമാതിനുയരെ കർത്താവേ. കള്ളനു കിട്ടിയ നിന്റെ വരം ത്രിത്വത്തെ കൊണ്ടാടി മരി ചോരും കൈക്കൊണ്ടിടേണം. അഗ്നിമയന്മാർ ആരെ നോക്കി വീറച്ചിടും അവനെ മേശയിൽ അപ്പം വീഞ്ഞായി നീ കാണുന്നു. ആരെമിന്നലൊടുത്തോർ നോക്കുകിലേറിയും ഉടനെ അവനെ മൺമയർ ഭക്ഷിച്ചു മുഖം തെളിയും നേറ്റം. നാം അട്ടഹസിച്ചു പറയണം, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായവൻ വന്ദിക്കപ്പെട്ടതും സ്തുതിക്കപ്പെട്ടതുമാകുന്നു. ആദിമുതൽ തലമുറകൾ തലമുറകളെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയ.
ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനിരിക്കുന്ന ദൈവപുത്ര, പാപപരിഹാരം നൽകുന്ന അങ്ങേ ബലിപീഠത്തിൽ നിന്നും എന്റെ ദാസീദാസർക്ക് പുണ്യമിറങ്ങുമാറാകണമേ. ദൈവമായ കർത്താവേ, അദൃശ്യമായ അവിടുത്തെ വലത്തിൽക്കരം നീട്ടി ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി വിലയേറിയ അവിടുത്തെ തിരുശരീരക്തങ്ങൾ അനുഭവിച്ച നിന്റെ ആരാധകരുടെ സംഘത്തെ അങ്ങ് വാഴ്ത്തേണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായാം ദൈവത്തിന്റെ കരുണ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും നൽകുന്നവരുടെ മേലും ഇത് അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് ഇതിൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിപ്പാനിരിക്കുന്നവരുമായ സകലരുടെ മേലും ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും എന്നാളും രണ്ട് ലോകങ്ങളിലും ചൊരിയപ്പെടുമാറാകട്ടെ. സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ, തന്മാതാവിൻ ഉന്നതിയും, മഹിമോടി സഹദേന്മാർക്കും മൃതരിൽ കരുണയും ഉണ്ടാകാം. ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവവുമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. കർത്താവേ യേശുമിശിഹാ, ഞങ്ങൾ ഭക്ഷിച്ചതായ വിലയേറിയ അവിടുത്തെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്തു എന്ന പുണ്യപ്രദമായ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുതേ. എങ്കിലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കും പര്യാപ്തമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്നെ എല്ലാ നാവും സ്തുതി പാടും. കബറടഞ്ഞോർന്നൽ ശരണം നീയേ, മൃതർതൻ ഉയർപ്പും നീതന്നേ. കർത്താവേ, നിന്റെ ഏകജാതൻ വംശങ്ങൾക്കും ലോകങ്ങൾക്കും മറഞ്ഞിരിക്കുകയും ബലഹീനരും നിസ്സാരരുമായി ഞങ്ങൾക്ക് വെളിപ്പെടുകയും ചെയ്ത രഹസ്യമാവുന്നു. അവൻ മുഖാന്തരം നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ രക്ഷയെ പ്രതി യഥാർഹമായ കൃതജ്ഞത ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥനും അപേക്ഷകനുമായി അവനെ തന്നെ ഞങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുന്നു. വരുവാനുള്ള ശിക്ഷാവിധിയിൽ നിന്നും അവൻ മൂലം ഞങ്ങൾ രക്ഷപ്പെട്ട് സൗഭാഗ്യശാലികൾക്കുള്ള കിരീടങ്ങൾക്ക് അർഹരായി ഭവിക്കണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും എന്നാളും അർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തല കുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തല കുനിക്കുന്നു. ഏകപിതാവിന്റെ ഏകപുത്രനും സർവാധിപതിയുമായ ദൈവമായ കർത്താവായ യേശുമിശിഹാ, നിന്നെ സ്തുതിച്ചു മഹത്വപ്പെടുത്തിക്കൊണ്ട് നിന്റെ കരുണയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ രഹസ്യം ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ കുറ്റാരോപണത്തിനോ കാരണമായി തീരരുതേ. എന്നാലോ സകല തിന്മകളിൽ നിന്നുള്ള കാവലിനും ആത്മാക്കളെ അപഹരിക്കുന്ന ബലയാർന്നുള്ള സംരക്ഷണത്തിനും ദുഷ്പ്രവർത്തിക്കാർക്കായുള്ള
അതിവേദനകളിൽ നിന്നുള്ള വിടുതലിനുമായി ഭവിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും വിശുദ്ധാത്മാവിനും നിരന്തരം സ്തുതിയും സ്തോത്രവും കരേറ്റും. ആമീൻ. ബാരക്കുമോ എന്റെ വേശ എന്റെ വേശ നീയൊരുവൻ താൻ മരണവിഹീനൻ സ്ഫടികരതസ്ഥ പരമോന്നതനേ യോബുസുഗിരിമേൽ ദാവീദരജൻ തൻ യാഗം പോൽ കൈക്കൊള്ളണമേ യേശു ക്രിസ്ത ഈ കുർബാന. നോമ്പാലീറർ അതിശയമേറ്റിയോ രീക്നാത്തി ഈയോസ് പരനെ സുകൃതാൽ പ്രീണിപ്പിച്ചോൻ ദിയസ് കോറോസ് മുഴുപകൽ മുന്തിരി വിളയെ നനച്ചു കിളച്ചിക കാളയേ നീക്കിയ ബാസേൽ ഗ്രിഗോറിയോസ് പ്രാർത്ഥിക്കുന്നു. മാതാവ് യാചിക്കും പരിശുദ്ധന്മാരും നാഥ പുണ്യം നൽകിയും മരിച്ചോർക്കും. വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിന്റെ പാപപരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിങ്ങൾ കൈക്കൊണ്ട യാത്രാഭക്ഷണത്തോടും അനുഗ്രഹങ്ങളോടും വാഴ്വുകളോടും കൂടെ പരിശുദ്ധവും മഹനീയവുമായ തൃത്വത്തിന്റെ കൃപകൾക്കും കരുണകൾക്കുമായിട്ട് നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്തോടെ പോകുവിൻ. ദൂരസ്ഥരോടുകൂടെ സമീപസ്ഥരും വാങ്ങിപ്പോരോടുകൂടെ ജീവനുള്ളവരും കർത്താവ് യേശുമിശിഹായുടെ ജയകര സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസയുടെ ഊഷ്മയാൽ മുദ്രയിടപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും, പാപങ്ങൾ മോചിക്കും, വിശ്വാസികളായി വാങ്ങിപ്പോരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായവും പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ ആനന്ദിച്ച് സന്തോഷിച്ച് തെളിഞ്ഞ് തൃപ്തരായി സമാധാനത്തോടെ പോയി എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. വന്ദിതനാചാര്യ കൈക്കൊള്ളട്ടെ കർത്താവ് അങ്ങേ പ്രാർത്ഥനയോടൊപ്പം അങ്ങയണച്ചോ